നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന് നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. കൊല്ലൂരിൽ മന്ത്രി കെ രാജൻ കടുത്ത മത്സരം നേരിട്ടതായി CPI-യിൽ വിലയിരുത്തി. LDF-ന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് പ്രവചനാതീതമായ പോരാട്ടം. കൊടുങ്ങല്ലൂരിൽ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്കി സമരം ചെയ്യുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ തൃശൂർ ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. മാന്യമായ ജീവിത സമരങ്ങളെ അടിച്ചമർത്തുന്ന നടപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് UNA. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. FCRA-യെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടും മടക്കി കുത്തിവന്നാലും നിലപാട് ഇനിയും പറയേണ്ടിവരുമെന്ന് ദീപിക. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട. ശ്രീനന്ദിയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. വാർത്തകൾ വിശദമായി. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2021 അപേക്ഷിച്ച് 3.35% മാത്രമാണ് വർധനവ്. പോളിംഗിൽ മുന്നിൽ നിൽക്കുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ താഴെ തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് മൂന്ന് മുന്നണികളും പ്രാഥമിക വിലയിരുത്തൽ നടത്തി. 79.5% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഒല്ലൂരിൽ മലയോര മേഖലകളിലുണ്ടായ കനത്ത പോളിംഗ് അനുകൂലമായി വിലയിരുത്തുകയാണ് LDF-ഉം UDF-ഉം. പട്ടയ വിതരണത്തിലെ മുന്നേറ്റം കെ രാജൻ അനുകൂലമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ അനുകൂലമായുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് UDF-ഉം പറയുന്നു. പോളിംഗിൽ പിന്നിൽ നിൽക്കുന്ന തീരദേശ മണ്ഡലങ്ങളിൽ അതിന്റെ കാരണങ്ങളും മുന്നണികൾ വിലയിരുത്തി. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യവും ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കും മൂലം നിരവധി പ്രവാസികൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്. ജില്ലയിൽ പോളിംഗിൽ പിന്നിൽ നിൽക്കുന്നവയുടെ നില ഭദ്രമെന്നാണ് LDF വിലയിരുത്തൽ. മാറ്റത്തിന്റെ കാറ്റ് താഴെ തലങ്ങളിലുണ്ടെന്ന് UDF-ഉം കരുതുന്നു. BJP ക്യാമ്പിലും വോട്ട് കണക്ക് 30,000-അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ജില്ലയിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളായ തൃശൂരും നാട്ടികയിലും പോളിംഗ് ഉയർന്നു. തൃശൂരിൽ UDF വിജയം ഉറപ്പിക്കുമ്പോൾ LDF സന്ദേഹത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന ഘടകങ്ങൾ അകന്നുപോയിട്ടില്ലെങ്കിൽ താമര വിരിയുമെന്ന് BJP-യും പ്രതീക്ഷിക്കുന്നു. നാട്ടികയിലെ പോളിംഗ് കണക്കുകളിൽ UDF അത്ഭുതം കാണുന്നു. ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച LDF ആശങ്ക കാണുന്നുമില്ല. ജയപരാജയങ്ങളെ CC മുകുന്ദൻ സ്വാധീനിക്കുമെന്ന് BJP നേതൃത്വവും പറയുന്നു. കൊടുങ്ങല്ലൂരിലെയും വടക്കാഞ്ചേരിയിലെയും കണക്കുകൾ പുതിയ വോട്ടർമാർ UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്നതിന്റെ സൂചനയായാണ് നേതൃത്വം വ്യാഖ്യാനിക്കുന്നത്. സംഘടനാപരമായി ശേഖരിച്ച വിവരങ്ങൾ വെച്ച് CPM-ഉം ഇവിടങ്ങളിൽ വിജയമുറപ്പിക്കുന്നു. മണലൂരാണ് കണക്കുകൾ ഇഴകീറി പരിശോധിക്കപ്പെട്ട മറ്റൊരു മണ്ഡലം. ചില അടിയൊഴുക്കുകളുടെ സൂചനകൾ BJP കാണുന്നുണ്ട്. എന്നാൽ ബൂത്ത് തല വിവരങ്ങൾ ക്രോഡീകരിച്ച UDF മണലൂരിനെ വിജയപട്ടികയിലേക്ക് ആദ്യമേ ചേർത്തു. അതേസമയം നേരിയ ആശങ്കയുണ്ടെങ്കിലും മണലൂരിന്റെ മനസ്സ് ഇടതിനെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടിയിലും തദ്ദേശ വിധിയുടെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ചാലക്കുടിയിൽ പിന്നോട്ട് പോയാലും ഇരിങ്ങാലക്കുട ഇടതിനൊപ്പമെന്ന് LDF ഉറപ്പിക്കുന്നു. കയ്പമംഗലം, പുതുക്കാട്, ചേലക്കര, കുന്നംകുളം മണ്ഡലങ്ങൾ LDF നിലനിർത്തുമെന്നാണ് താഴെ തലങ്ങളിൽ നിന്നും നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ അനുകൂല തരംഗം ആഞ്ഞുവീശിയാൽ പല കോട്ടകളും ഇത്തവണ നിലംപൊത്തുമെന്ന് UDF-ഉം ആത്മവിശ്വാസം കൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് TCV. കൊല്ലൂരിൽ മന്ത്രി കെ രാജൻ കടുത്ത മത്സരം നേരിട്ടതായി CPI-യിൽ വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റായ തൃശൂർ കൈവിട്ടു പോകുമെന്നും CPI പ്രാഥമികമായി വിലയിരുത്തി. മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കണക്കുകളിലാണ് ഈ നിഗമനങ്ങളുള്ളത്. ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, നാട്ടിക മണ്ഡലങ്ങൾ ഉറപ്പാണെന്നും താഴെ തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രി J. ചിഞ്ചുറാണിയും കടുത്ത മത്സരം നേരിട്ടു. അതിനാൽ ഉറപ്പായും വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്ന 10 സീറ്റുകളിൽ ഒല്ലൂരും ചടയമംഗലവും ഉൾപ്പെടുത്തിയിട്ടില്ല. വിജയസാധ്യത കുറവായ സീറ്റുകളുടെ പട്ടികയിലാണ് പട്ടാമ്പിയും അടൂരുമുള്ളത്. തൃശൂരിന് പുറമെ സിറ്റിംഗ് സീറ്റുകളായ പീരുമേട്, നാദാപുരം മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമെന്നും പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. LDF-ന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മണ്ഡലത്തിൽ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച LDF ഇത്തവണയും ആ തുടർച്ച നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും സിറ്റിംഗ് MLA-യുടെ ജനകീയ ഇടപെടലുകളും വോട്ടായി മാറിയെന്ന് ഇടതു ക്യാമ്പ് വിലയിരുത്തുന്നു.
പരമ്പരാഗത ഇടതു വോട്ടുകൾക്ക് പുറമെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വോട്ടുകളും ലഭിച്ചുവെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ വത്സരാജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് UDFന്റെ പ്രധാന വിലയിരുത്തൽ. LDFന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്നും പുതുമുഖ വോട്ടർമാരുടെയും തീരദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇത്തവണ ഒപ്പമുണ്ടെന്നും UDF വിശ്വസിക്കുന്നു. പ്രചരണ രംഗത്തെ മികവ് പോളിംഗ് ബൂത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നു. ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ വലിയ മാറ്റം വരുത്തും. യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ വളരെ നല്ല രീതിയിൽ UDFനോട് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. പൊതുവെ സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു പ്രതിഫലനം കയ്പമംഗലം നിയോജകമണ്ഡലത്തിലുണ്ടാകും. BD ജെയ്സിനും BJPക്കും നല്ല സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് NDA. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയെ മാറാനും കഴിഞ്ഞുവെന്ന് അവർ വിലയിരുത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു NDA സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 30,040 വോട്ടുകളോളം ഞങ്ങൾ BJP നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടുതൽ നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മണ്ഡലത്തിന്റെ നട്ടെല്ലായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വോട്ടുകൾ എങ്ങോട്ട് തിരിഞ്ഞു എന്നത് നിർണായക ഘടകമാണ്. ചില പഞ്ചായത്തുകളിൽ ഇന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച യുവ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നത് ഫലത്തെ സ്വാധീനിച്ചേക്കാം. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ അനുകൂലമാണെങ്കിലും നിശബ്ദ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി പ്രവചിക്കാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. TCV ന്യൂസ്, കയ്പമംഗലം. കൊടുങ്ങല്ലൂരിൽ വോട്ടെടുപ്പിന് ശേഷമുള്ള ബൂത്ത് തല കണക്കുകൾ വിശകലനം ചെയ്ത് വിജയപ്രതീക്ഷകൾ സജീവമാക്കുകയാണ് LDF, UDF, NDA ക്യാമ്പുകൾ. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് സർക്കാരിന്റെയും സിറ്റിംഗ് MLAയുടെയും വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് LDF വിലയിരുത്തുന്നു. സ്ത്രീ വോട്ടർമാരുടെയും തൊഴിലാളി വിഭാഗത്തിന്റെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കുമെന്നാണ് ഇടതു ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ഗവൺമെന്റുകൾ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും നാടിന്റെ വികസന കാര്യങ്ങളിലും നിർവഹിച്ച സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ മുൻനിർത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം അഭിമുഖീകരിച്ചത്. അടുത്ത 5 വർഷക്കാലം വിജയിച്ചു വന്നാൽ ചെയ്യുന്ന പ്രകടന പത്രികയും മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. UDFനും BJPക്കും കനത്ത പരാജയം സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരിക്കും മെയ് 4 ഉണ്ടാവുക. ഉയർന്ന പോളിംഗ് ശതമാനം വ്യക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണെന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. സർക്കാരിനെതിരായ ജനങ്ങളുടെ നിശബ്ദ പ്രതിഷേധം വോട്ടായി മാറിയിട്ടുണ്ടെന്നും 2011 നേടിയതുപോലൊരു ഉജ്ജ്വല വിജയം ഇത്തവണ മണ്ഡലത്തിൽ ആവർത്തിക്കുമെന്നും UDF ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും അനുകൂലമായെന്ന് അവർ കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഭരണത്തിന്റെ വികസനമില്ലായ്മയാണ് കൂടുതൽ ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയിരുന്നത്. പിന്നെ OJ ജനീഷ് എന്ന ഒരു യുവത്വം യുവാക്കളിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ഭരണവിരുദ്ധത അതും ഞങ്ങൾ അതിൽ കുറച്ച് വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA. പരമ്പരാഗത വോട്ടുകൾക്ക് പുറമെ ഇരു മുന്നണികളോടും അതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ച് മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാൻ കഴിഞ്ഞുവെന്നും അവർ വിലയിരുത്തുന്നു. NDA ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വളരെ വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ച ആശയങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ കേന്ദ്രം നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് NDA ഇത്തവണ ഇലക്ഷനെ നേരിട്ടത്. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസവും ഉണ്ട്. ഞങ്ങൾ ഈ ഇലക്ഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്നുള്ളതും ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിട്ടുള്ളത്. ബൂത്തിലെത്തിയ പുതുതലമുറയുടെയും നിഷ്പക്ഷരുടെയും വോട്ടുകൾ കൊടുങ്ങല്ലൂരിൽ നിർണായകമായേക്കും. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയോ അതോ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ എന്നത് പ്രധാന ഘടകമാകും. വോട്ടെടുപ്പിന്റെ ചൂടിൽ നിന്ന് മണ്ഡലം പതിവ് ശാന്തതയിലേക്ക് മടങ്ങിയെങ്കിലും രാഷ്ട്രീയ പാളയങ്ങളിൽ കണക്കുകൂട്ടലുകൾ സജീവമാണ്.
ആരു വാഴും ആരു വീഴുമെന്നറിയാൻ ഇനി സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കണം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പുലർക്കാലേ പാടി കുഴലൂരേ കിലുച്ചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരേ കിലുച്ചിലേ എന്നു കിലുങ്ങും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്കി സമരം ചെയ്യുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ തൃശൂർ ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നീതിയുടെ വാതിലടച്ച് നഴ്സുമാരെ വെയിലത്ത് നിർത്തിയതിന് പുരോഹിതന്മാർക്കും ബിഷപ്പുമാർക്കും വേണ്ടി താൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് ധർണയിൽ സംസാരിച്ച ഫാദർ അജീബ് പുതിയപറമ്പിൽ പറഞ്ഞു. ഇത് സമരയാത്രയല്ല, തീർത്ഥയാത്രയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ജീവിത സമരമാണെന്നും ചാരിറ്റിയുടെ പേര് പറഞ്ഞ് വലിയ കൊള്ളയാണ് നടത്തുന്നതെന്നും ബിഷപ്പ് ഹൌസിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്ത UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് പറഞ്ഞു. മാന്യമായ ജീവിത സമരങ്ങളെ അടിച്ചമർത്തുന്ന നടപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സഭയുടെ അംഗങ്ങൾ തന്നെയാണ് സമരം ചെയ്യുന്നവരിൽ ഭൂരിഭാഗമെന്നും ഷോബി ജോസഫ് പറഞ്ഞു. UNA ജൂബിലി മിഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കഴിഞ്ഞ 15 ദിവസമായി ആശുപത്രിക്ക് മുന്നിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. TCV, തൃശൂർ. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. FCRAയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാട് ഇനിയും പറയേണ്ടി വരുമെന്ന് മുഖപ്രസംഗത്തിൽ ദീപിക വ്യക്തമാക്കി. സഭയ്ക്കില്ല ഹിംസയുടെ കുപ്പിണിപ്പട്ടാളം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. പശ്ചിമേഷ്യൻ യുദ്ധസാഹചര്യവും വത്തിക്കാൻ നിലപാടുകളും വിശകലനം ചെയ്തും സ്റ്റാലിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുമാണ് FCRAയിൽ സഭയ്ക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെ ദീപിക പ്രതിരോധിക്കുന്നത്. വർഗീയതയുടെ ഏജന്റുമാരായ കേരളത്തിലെ രാഷ്ട്രീയ കവലച്ചട്ടമ്പികൾ ചരിത്രം മറക്കരുതെന്നാണ് ഓർമ്മപ്പെടുത്തൽ. അധികാരമുണ്ട്, കാണിച്ചു തരാമെന്നാണ് ഇത്തരം കവലച്ചട്ടമ്പിമാർ പറയുന്നത്. രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുതെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറഞ്ഞു. അധികാരമുഷ്കിൽ മനുഷ്യത്വത്തിന്റെ കഴുത്തുഞെരിക്കാൻ ശ്രമിച്ചവർ ചരിത്രത്തിലുടനീളം ആട്ടും തുപ്പുമേറ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. കേരളത്തിലും ഇതിന് പ്രസക്തിയുണ്ട്. എല്ലാവർക്കും വേണ്ടി എന്ന പേരിൽ പാസാക്കുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടിയ ചരിത്രവുമുണ്ട്. FCRA നിയമ ഭേദഗതി പാർലമെന്റിൽ പോലും ചർച്ച ചെയ്തില്ല. അതിനു പകരം ഞങ്ങളങ്ങ് നടപ്പാക്കും, നിങ്ങളാരാ ചോദിക്കാൻ, നിങ്ങൾ ചെറിയ ശതമാനമല്ലേയുള്ളൂ, അടങ്ങിയിരുന്നോണം തുടങ്ങിയ ഭീഷണികൾ വേണ്ട, വാ മൂടിക്കെട്ടാനാകില്ല. ഇനിയും പറയുമെന്നാണ് നിലപാടെന്നും ദീപിക വ്യക്തമാക്കി. PC ജോർജിനും മകൻ ഷോൺ ജോർജിനുമുള്ള മറുപടി കൂടിയാണ് ദീപിക നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, TCV.
കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടത്തി. ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശ്രീനന്ദയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെയാണ് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് പേരാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയത്. അതേസമയം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കുന്നംകുളം പുതുശ്ശേരിയിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. പഴുനാന റോഡിലുള്ള പാറക്കുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്നും പട്ടയെടുക്കുന്നതിനിടെയാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പ്രകോപിതനായ ആന ഇടയുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാരുടെയും ഉടമയുടെയും നേതൃത്വത്തിൽ സമീപത്തെ പുതുശ്ശേരി കുമാരന്റെ വീട്ടുമുറ്റത്ത് ആനയെ സുരക്ഷിതമായി തളച്ചു. സംയോജിതമായ ഇടപെടലുകൾ നടന്നതിനാൽ വലിയ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പരിക്കുകളും ആർക്കുമില്ല. നിലവിൽ ആന ശാന്തനാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉടമസ്ഥൻ അറിയിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പാലിയക്കര ടോൾ പ്ലാസയിൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയുള്ള ടോൾ പിരിവ് നടപ്പായില്ല. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 10 മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി മാത്രമേ ടോൾ പിരിവ് നടത്തൂ എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ടായിട്ടും പാലിയക്കരയിൽ ഇത് നടപ്പിലാക്കിയില്ല. BOT സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പന്നിയങ്കര ടോൾ പ്ലാസയിൽ നേരത്തെ UPI സംവിധാനം നടപ്പാക്കിയിട്ടും പാലിയക്കരയിൽ ഇപ്പോഴും പഴയ രീതിയിലാണ് ടോൾ പിരിക്കുന്നത്. വാഹനയാത്രക്കാരിൽ വലിയ ശതമാനം ഇപ്പോഴും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാത്തവരുണ്ട് എന്നാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കാത്തതിന് ടോൾ പ്ലാസ അധികൃതർ പറയുന്ന ന്യായം. UPI ഇല്ലാത്ത സാഹചര്യത്തിൽ ചലാൻ വഴി തുക ഈടാക്കണം എന്നാണ് ദേശീയപാത അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നും ടോൾ പ്ലാസ അധികൃതർ പറയുന്നു. വെള്ളിയാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുമെന്നും ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണെന്നും ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നും NHAI അറിയിച്ചിരുന്നു. കണ്ടശാങ്കടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ BJP പോളിംഗ് ഏജന്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര ചുള്ളിയിൽ വീട്ടിൽ ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 205 നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു. സംഭവ ദിവസം തന്നെ അന്തിക്കാട് ഇൻസ്പെക്ടർ VM കേഴ്സൺ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി സ്ഥാനാർത്ഥിയെ അസഭ്യം പറയുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ചെയ്തതായി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. മദ്യപിച്ച ഒരാൾ ബൂത്തിനകത്ത് ഏജന്റായി ഇരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്. നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
വാർത്തയിലേക്ക്. CPM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായ SSC പ്രൊമോട്ടർ രാജിവെച്ചു. കുന്നംകുളം നഗരസഭയിലെ SSC പ്രൊമോട്ടർ സ്വാതി സോമനാണ് രാജിവെച്ചത്. കുന്നംകുളം CPM ലോക്കൽ സെക്രട്ടറി ഭവീഷ് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഓഡിയോ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്തതിനാണ് ഭീഷണി. കുന്നംകുളം പയ്യൂർ ബ്രാഞ്ച് സെക്രട്ടറിയായ സ്വാതി നഗരസഭയിൽ 3 വർഷമായി SSC പ്രൊമോട്ടറായിരുന്നു. ക്യാൻസർ അതിജീവിത കൂടിയാണ് സ്വാതി. അതേസമയം CPM അനുഭാവിയായി തുടരുമെന്ന് സ്വാതി പറഞ്ഞു. എനിക്ക് നീ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞു വീട്ടിൽ അച്ഛനെ വലിയ പ്രശ്നങ്ങള്. അന്ന് ഞാൻ എന്താ പറഞ്ഞത്, നീ തുറന്നു പറയും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം നീ പറ, പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരാന്നല്ല എന്നോട് പറഞ്ഞത്. ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ പറഞ്ഞു നിന്നോട് എന്ത് വർത്താനം പറയണ്ടെന്നൊക്കെ നീ പറ്റി ചെയ്യുന്ന ജോലിയിൽ പാർട്ടി തീരുമാനിച്ചു തന്നിട്ടില്ല. അല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നാളെ രാജിവെക്കണം. നീ ഒറ്റ രാജിവെച്ചോ. ഞാൻ രാജിവെച്ചോണ്ട് കുഴപ്പമില്ല. ഞാൻ ആൾക്കാർ കുഴപ്പമില്ല. അങ്ങനെ കാല് പിടിച്ച് ഇല്ല, ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ചെയ്യാൻ ഞാൻ എന്റെ വണ്ടി ഓടിക്കണാണ് എന്റെ ഫോണ് കട്ടായി പോയതാ. ഇല്ല, ആയിക്കോട്ടെ, ഞാൻ വെച്ചോളൂ. പരിപാടി കഴിഞ്ഞില്ലേ, നീ നിന്റെ കാര്യങ്ങൾ നോക്കുക. പാർട്ടിക്കോട് വേറെ ആളെയും അതേപോലെ ഈ സ്ഥാനത്ത് വേറെ ആളൊക്കെ ഞാൻ കണ്ടുപിടിച്ചോ കേട്ടോ. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളുകൾ മതി അവിടെ. ശരി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ കൂട്ടുനിന്ന CPM നേതാക്കൾക്കെതിരെ പോലീസിന് പരാതി നൽകി കോൺഗ്രസ് നേതാവ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, V ശിവൻകുട്ടി, AA റഹീം MP എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതാവ് വിഘ്നേശ്വര പ്രസാദാണ് കുന്നംകുളം പോലീസിന് പരാതി നൽകിയത്. പോക്സോ, ശൈശവ വിവാഹ നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തണമെന്നും ആവശ്യം. ദേശീയപാതയിലെ ചാലക്കുടി പുഴ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്ന തീയതിയിൽ ഇനിയും വ്യക്തതയില്ല. മുന്നൊരുക്കങ്ങൾ നടത്താത്തതിനാൽ വിഷുവിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കില്ലെന്ന് ഉറപ്പായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നായിരുന്നു ഒരു മാസം മുൻപ് ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് അനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതും നിശ്ചലാവസ്ഥയിലാണ്. എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലത്തിന്റെ സ്പാനുകളിലെ ബെയറിംഗുകൾക്കാണ് പരിശോധനയിൽ തകരാർ കണ്ടെത്തിയത്. 32 ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 1 മാസം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചത്. ചാലക്കുടി കൊരട്ടി മേഖല ദേശീയപാതയിൽ ഏറ്റവും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികളോടെ ഇത് 10 മടങ്ങായി വർദ്ധിക്കും. തൃശൂർ എറണാകുളം ദിശയിലെ പാലത്തിലൂടെ എല്ലാ വാഹനങ്ങളെയും ഒറ്റ വരിയായി കടത്തിവിട്ടുള്ള ഗതാഗത സംവിധാനമാണ് നിർമ്മാണ വേളയിൽ ഒരുക്കുന്നത്. 65 വർഷം പഴക്കമുള്ള പഴയ പാലത്തിന് 1999-ൽ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. കുന്നംകുളം കമ്പിപ്പാലത്ത് കാറിന് മുകളിലേക്ക് മരം വീണു. സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് പാതയോരത്ത് നിന്നിരുന്ന കൂറ്റൻ പുളിമരം ഒടിഞ്ഞു വീണത്. അപകട സമയത്ത് കാറിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംസ്ഥാന പാതയിലെ തിരക്കേറിയ ഭാഗമായ കമ്പിപ്പാലത്ത് വെച്ച് പെട്ടെന്നുണ്ടായ അപകടം പരിഭ്രാന്തി പരത്തി. മരം റോഡിന് കുറുകെ വീണതോടെ ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്തെ താൽക്കാലിക കവാടത്തിലും ദീപസ്തംഭത്തിലും സാമൂഹ്യവിരുദ്ധർ ചെളി തേച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്രയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി താൽക്കാലികമായി സ്ഥാപിച്ച കവാടത്തിലും സമീപത്തെ ദീപസ്തംഭത്തിലുമാണ് ചെളി തേച്ച് വൃത്തികേടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സരയൂ തീരത്തെത്തിയ ആളുകളാണ് സംഭവം അറിഞ്ഞത്. ഇതോടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ദേവസ്വം അധികൃതരും സ്ഥലത്തെത്തി. സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ദേവസ്വം അധികൃതർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇരിങ്ങാലക്കുട DYSP സന്തോഷ് കുമാർ M, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് N ശങ്കരൻ, അന്തിക്കാട് CI കേഴ്സൺ, ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യാത്ര സംഘടിപ്പിച്ചു.
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേക്കരയിൽ ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന താൽക്കാലിക കവാടത്തിലെ ശ്രീരാമ ചിത്രങ്ങളിലും ദീപസ്തംഭങ്ങളിലും ചെളിവാരി നിറച്ച് വികൃതമാക്കിയ സാമൂഹ്യദ്രോഹികളുടെ പ്രവൃത്തിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പ്രതിഷേധം അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇത്തരം പ്രവൃത്തികൾ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും മതസ്പർദ്ധ വളർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. സംഭവത്തിൽ തൃപ്രയാർ ദേവസ്വം മാനേജർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. 35 അടി താഴ്ചയിൽ വീണ വയോധികയ്ക്ക് രക്ഷയേകി മെഡിക്കൽ കോളേജ് പോലീസ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് പുറകുവശത്തുള്ള ഉപയോഗശൂന്യമായ മഴവെള്ള സംഭരണിയിൽ വീണ 77 വയസ്സുള്ള ഇരിങ്ങാലക്കുട സ്വദേശിയായ വയോധികയ്ക്കാണ് മെഡിക്കൽ കോളേജ് പോലീസ് രക്ഷകരായത്. വിവരം അറിഞ്ഞ ഉടൻ സബ് ഇൻസ്പെക്ടർ രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രമേശ് ചന്ദ്രൻ, ശ്രീജിത്ത്, അഭയ് ഘോഷ് എന്നിവർ സ്ഥലത്തെത്തി വടം ഉപയോഗിച്ച് വയോധികയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നിസ്സാര പരിക്കേറ്റ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി വിഷു കാഴ്ചകളുമായി കണി കാണും നേരം. വർഷാരംഭവും കാർഷിക സമൃദ്ധിയുടെ പ്രതീകവുമായി കണക്കാക്കുന്ന ആഘോഷമാണ് വിഷു. പുതുവർഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടേതായി വിഷുക്കണിയെ ഒരുക്കലിൽ കണിവെള്ളരിയുടെ സ്ഥാനം സവിശേഷമാണ്. മലയാളിയുടെ കാർഷിക വിളവെടുപ്പുത്സവമായ വിഷു ഒരാണ്ടിന്റെ സമൃദ്ധി കണി കണ്ടുണരുന്ന സുദിനം കൂടിയാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ കണിവെള്ളരിക്ക് അതുകൊണ്ട് തന്നെ വിഷുക്കണി കാണാൻ ഓട്ടുരുളിയിൽ ഒരുക്കുന്ന വിഭവ സമൃദ്ധിയിൽ പ്രാധാന്യമേറെയുണ്ട്. കണിവെള്ളരിയുടെ മഞ്ഞനിറം സൂര്യപ്രകാശത്തെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു പുതുവർഷം വരണമെന്ന ആഗ്രഹത്തിന്റെ പ്രതീകമായതിനാലാണ് കണിവെള്ളരി വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്തതായത്. കണിക്കൊന്ന പൂവിനൊപ്പം സ്വർണ്ണശോഭ പകരാൻ മഞ്ഞ നിറത്തിലുള്ള ഇടത്തരം പഴുത്ത വെള്ളരിയാണ് വിഷുക്കണി ഒരുക്കാനായി ഉപയോഗിക്കുക. വിഷുവിന് ഒരാഴ്ച മുൻപേ വിപണിയിൽ കണിവെള്ളരികൾ എത്തിത്തുടങ്ങും. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന കണിവെള്ളരി കിലോയ്ക്ക് 15 രൂപ മുതൽ 20 രൂപയാണ് മൊത്തവില. അതേസമയം മലപ്പുറം, തൃശൂർ ജില്ലയിലെ കോടാലി, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന കണിവെള്ളരിക്ക് 25 രൂപയാണ് മൊത്തവില. 30 രൂപ മുതൽ 40 രൂപ വരേക്കാണ് ചില്ലറ വിൽപ്പന. വിഷുത്തലേന്ന് സ്വർണ്ണനിറവും ഭംഗിയുമുള്ള കണിവെള്ളരി ലഭിക്കണമെങ്കിൽ പറയുന്ന വില നൽകേണ്ട സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. സാംസ്കാരിക പാരമ്പര്യത്തെ കൃഷിയുമായി ചേർത്ത് നിർത്തുന്ന മലയാളിയുടെ ജീവിത രീതിയെയാണ് കണിവെള്ളരി ഓർമ്മിപ്പിക്കുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCB. വിഷു പടിവാതിൽക്കലെത്തിയതോടെ കണിയൊരുക്കാനുള്ള വെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ് മറ്റത്തൂർ താളൂപ്പാടം സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ. രാജൻ വിളവെടുത്ത കണിവെള്ളരി ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണി വഴിയാണ് രാജൻ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളരി ഭൂരിഭാഗവും വിറ്റഴിക്കുന്നത്. 3 മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടശേഖരത്തിൽ സ്വന്തമായുള്ള 2.5 ഏക്കറോളം നിലത്തിലാണ് രാജന്റെ വെള്ളരി കൃഷി. തുടർച്ചയായി 6ാം വർഷമാണ് രാജനിവിടെ വെള്ളരി കൃഷി ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത വിളവാണ് ഈ പ്രാവശ്യം കാണിക്കുന്നത്. പക്ഷെ ചൂട് കൂടുതലുള്ള കാരണം കുറച്ച് വിളവിന് കുറവ് കാണിക്കുന്നുണ്ട്. കാരണം ചൂട് ഇടമഴ കിട്ടാത്ത കാരണം. വില കൂടുതൽ എന്ന് പറയാനില്ല, കഴിഞ്ഞ കാലത്തെ വില പോലെ തന്നെ വലിയ കൂടുതലൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് കൃഷിക്കാരെ സംബന്ധിച്ചോളം പിടിച്ചു നിന്ന് പോവാം. അങ്ങനത്തെ ഒരു വിലയാണ് ഈ പ്രാവശ്യം ഉള്ളത്. വർഷത്തിൽ 2 തവണ നെൽകൃഷി ചെയ്തു പോരുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് കണിവെള്ളരി നട്ടുവളർത്തുന്നത്. കടുത്ത ചൂട് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ വില നിലവാരം കർഷകർക്ക് ആശ്വാസം പകരുന്നതാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന കൃഷിച്ചെലവിനും അധ്വാനത്തിനും അനുസൃതമായ വില ലഭിക്കുന്നില്ല. ഉൽപ്പന്നങ്ങൾ ചന്തയിൽ കെട്ടിക്കിടക്കാതെ ഹോർട്ടികോർപ്പ് വഴി സംഭരിക്കുന്നത് കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഞങ്ങളെ ശരിക്കും മറ്റത്തൊരു സമിതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഹോർട്ടികോർപ്പാണ്. കാരണം കായായാലും മറ്റു പച്ചക്കറികളിലും എല്ലാതും നമുക്ക് കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഹോർട്ടികോർപ്പാണ് ഇവിടുന്ന് സംഭരിക്കുന്നത്. കഠിനാധ്വാനവും അനുകൂല കാലാവസ്ഥയും ഉണ്ടെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം നേടാനാകുമെന്ന് മറ്റത്തൂരിലെ മാതൃകാ കർഷകനായ രാജൻ പറയുന്നു. കണിവെള്ളരിക്ക് പുറമെ വാഴ, വിവിധ ഇനം പച്ചക്കറികൾ എന്നിവയും രാജൻ കൃഷി ചെയ്യുന്നു. കൃഷിപ്പണികളിൽ ഭാര്യ ഷീജ ഒപ്പമുണ്ട്. വിദ്യാർത്ഥികളായ മക്കൾ അക്ഷയും അഭിജിത്തും ഒഴിവു സമയങ്ങളിൽ മാതാപിതാക്കളെ സഹായിക്കാനായി കൃഷിത്തോട്ടത്തിലെത്തും. TCV ന്യൂസ്, കൊടകര. മാറ്റാമ്പുറത്ത് വീടിന്റെ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വേണാശ്ശേരി വീട്ടിൽ ബാലൻ മകൻ 28 വയസ്സുള്ള ബിനീഷാണ് മരിച്ചത്. ഡിസംബർ 31-നായിരുന്നു അപകടം.
തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വൈദ്യുതി മീറ്റർ റീഡിംഗ് വൈകുന്നത് മൂലം ഉപഭോക്താക്കൾ ഉയർന്ന സ്ലാബിലേക്ക് മാറേണ്ടി വരുന്നതും അമിത ബില്ല് ഈടാക്കുന്നത് മൂലം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായും പരാതി. കൃത്യമായ ഇടവേളകളിൽ നടക്കേണ്ട മീറ്റർ റീഡിംഗ് കഴിഞ്ഞ ബില്ലിംഗ് സൈക്കിളിൽ 10 ദിവസത്തിലധികം വൈകിയാണ് നടന്നത്. കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും വൈകിയ ദിവസങ്ങളിലെ യൂണിറ്റുകൾ ആനുപാതികമായി കുറച്ച് സ്ലാബ് നിരക്കിൽ ഇളവ് നൽകി ബില്ലുകൾ പുനഃക്രമീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സിപിഐ തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ബി. സുമേഷ് തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു. ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അച്ഛന്റെ നിര്യാണത്തിൽ തിരുവമ്പാടി ദേവസ്വം ഭരണസമിതി യോഗം അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് കേണൽ PRM രവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ. ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ജോയിന്റ് സെക്രട്ടറി പി. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മൂക്കുപൊത്താതെ വീടിനകത്തും പുറത്തും കഴിയാനാകാത്ത ദുരവസ്ഥയിൽ ഒരു മുൻ അധ്യാപിക. മാള മാമ്പിള്ളി റോഡിൽ താമസിക്കുന്ന ലിസി ഡേവിസാണ് ദുരിതം അനുഭവിക്കുന്നത്. മാളച്ചാലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. 2 മാസം മുൻപുണ്ടായ കനത്ത മഴയിൽ വീടിനു മുന്നിലെ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടിയതിനാൽ വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നാണ് ദുർഗന്ധം രൂക്ഷമായത്. കിണറിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചതുപ്പുസ്ഥലത്ത് മാലിന്യവും ഒഴുകിയെത്തിയിട്ടുണ്ടെന്നും ലിസി പറഞ്ഞു. ദുർഗന്ധത്തിനൊപ്പം കൊതുകുശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഏകദേശം 1.5 മാസം കഴിഞ്ഞു വെള്ളം കെട്ടിക്കിടക്കണം. അതൊരു മഴ ജനുവരി ലാസ്റ്റോടു കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. 24 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുക മാത്രമല്ല, ഇത് മാലിന്യം നിറഞ്ഞതും ദുർഗന്ധം. ഇതുമൂലം കൊതുകിന്റെ വ്യാപനവും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി കിണർ വെള്ളം വരെ മലിനമാകുന്നു. പലതവണയായി പഞ്ചായത്തിലെ വേണ്ടപ്പെട്ട സെക്രട്ടറി, വാർഡ് മെമ്പർ, പ്രസിഡന്റ്, ഈ നാട്ടിലെ അത്യാവശ്യം പ്രമുഖരായ ആളുകൾ, ജില്ലാ മെമ്പർ, MLA, കളക്ടർ, എല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിനുള്ള പരാതി കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു. വെറുതെ ഒരു ലേശം കുമ്മായി ഇട്ടുപോയി. അതുകൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇതിനൊരു പരിഹാരം ചെയ്യാവുന്നതുള്ളൂ. മാളച്ചാലിന്റെ വശങ്ങൾ പൂർണ്ണമായി കെട്ടി സംരക്ഷിക്കുകയും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥിരം തടയണ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി RDOക്ക് കൈമാറിയെന്നല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യം നീക്കം ചെയ്ത് ശുചീകരണം നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ലിസിയുടെ ആവശ്യം. TCV ന്യൂസ്, മാള. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി എത്തിയാണ് വെണ്ണ സമർപ്പിച്ചത്. വെണ്ണയോടൊപ്പം അവിൽ, പഞ്ചസാര എന്നിവയും സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഴ്ചശീവേലിക്ക് ചൊവ്വല്ലൂർ സുനിൽ മേളം നയിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തി. ക്ഷേത്രസമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. 19-നാണ് ബലരാമ ജയന്തി ആഘോഷം. കുന്നംകുളം ബസ് സ്റ്റോപ്പിൽ ഇരുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കരുവാൻപടി സ്വദേശി സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തു. പോർക്കുളം മങ്ങാട് പുളിഞ്ചോട് സ്വദേശി കരുമാംപാറ വീട്ടിൽ സുനോജിനാണ് ആക്രമണത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ സുനോജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി വാണിജ്യം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ വിതരണ കമ്പനിയായ ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റും അവാർഡ് സെറിമണിയും തൃശൂരിൽ നടന്നു. കമ്പനി ഡയറക്ടർമാരായ അനിൽകുമാർ, ബാബു വർഗീസ്, മധു നമ്പ്യാർ, വാണി അനിൽ, അനിത ബാബു, പ്രീതി മധു, സീനിയർ ജനറൽ മാനേജർ P. സത്യനാരായണൻ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജോമോൻ പല്ലൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഡീലേഴ്സ് മീറ്റിന് തുടക്കം കുറിച്ചു. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫിനാൻസ് ഡയറക്ടർ അനിൽകുമാറും പുതിയ സംരംഭമായ ടൈലോസ് മാർട്ടിനെക്കുറിച്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ ബാബു വർഗീസും വിശദീകരിച്ചു.
ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഡയറക്ടർ മധു നമ്പ്യാർ 2025-26 സാമ്പത്തിക വർഷത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. 165ാമത് ഡീലർ അവാർഡ് ഡയറക്ടർ വാണി അനിൽകുമാറും ബെസ്റ്റ് ഡീലർ ഇൻ മാർക്കറ്റിംഗ് പെർഫോമൻസ് അവാർഡ് ഡയറക്ടർ അനിതാ ബാബുവും സമ്മാനിച്ചു. കൂടാതെ മികച്ച വിൽപ്പനയ്ക്കുള്ള അവാർഡ്, പുതിയ ഡീലർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച പെർഫോമിംഗ് ഡീലർക്കുള്ള 1ാം സമ്മാനമായ 50,000 രൂപയും മെമന്റോയും ഇ ഓട്ടോ മൊബൈൽസ് പെരിന്തൽമണ്ണ കരസ്ഥമാക്കി. 2ാം സമ്മാനമായ 30,000 രൂപയും മെമന്റോയും അടങ്ങുന്ന പുരസ്കാരം ഗ്രീൻ എവല്യൂഷൻ മലപ്പുറവും, 3ാം സമ്മാനമായ 20,000 രൂപയും മെമന്റോയും അടങ്ങുന്ന പുരസ്കാരം 92.1 CM മോട്ടോഴ്സ് കൊല്ലവും നേടി. ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജോമോൻ പല്ലൻ, പുതിയതായി ചുമതലയേൽക്കുന്ന ജനറൽ മാനേജർ ശ്രീറാം അനിൽകുമാർ, പുനീത് സൂഡ്, പ്രജിൻ, AK ഹരീന്ദ്രനാഥൻ, നയീദ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈലോസ് കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരത്തുകൾ ഹരിത സൗഹാർദ്ദമാക്കി പുതിയ തലമുറയുടെ യാത്രകൾക്ക് ശക്തി പകർന്ന് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായി മുന്നേറുന്ന ടൈലോസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. 150 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ടൈലോസ് സ്കൂട്ടറുകൾക്ക് കിലോമീറ്ററിന് വെറും 10 പൈസ മാത്രമാണ് ചിലവ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9497180488. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. കൊല്ലൂരിൽ മന്ത്രി K രാജൻ കടുത്ത മത്സരം നേരിട്ടതായി CPI-യിൽ വിലയിരുത്തി. LDF-ന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് പ്രവചനാതീതമായ പോരാട്ടം. കൊടുങ്ങല്ലൂരിൽ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്കി സമരം ചെയ്യുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ തൃശൂർ ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. മാന്യമായ ജീവിത സമരങ്ങളെ അടിച്ചമർത്തുന്ന നടപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് UNA. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. FCRയെ-കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തിവന്നാലും നിലപാട് ഇനിയും പറയേണ്ടിവരുമെന്ന് ദീപിക. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട. ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ,